ഫെസിലിറ്റി മാനേജ്മെൻറ്റിന് ശേഷം ഇനി വരുന്ന ടോപ്പിക്ക് ഫെസിലിറ്റി ലേഔട്ട് ആൻഡ് ഡിസൈൻ ആണ്. ഓൾറെഡി ഡിസൈൻ ആൻഡ് ലേഔട്ട് എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ തന്നതായിരുന്നു. ജസ്റ്റ് നമുക്ക് ഓർഗനൈസേഷനിന് ആവശ്യമായ വർക്കിങ്ങിന് ആവശ്യമായ എല്ലാ ആസ്പെക്ട്സും എല്ലാ ഫെസിലിറ്റീസിനെയും നമുക്ക് പ്രോപ്പറായിട്ടുള്ളൊരു ഓർഡറിൽ അറേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ ബിസിനസ്സിൻ്റെ ഓവറോൾ ഓപ്പറേഷൻസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് കമ്പണൻ്റാണ് ഫെസിലിറ്റി ലേഔട്ട് ആൻഡ് ഡിസൈൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ആ ഒരു പ്രൊഡക്ഷൻ ഫ്ലോ സ്മൂത്ത് ആക്കുന്നതിന് വേണ്ടിയിട്ട് മെറ്റീരിയൽസ് ആവട്ടെ, ഇൻഫർമേഷൻസ് ആവട്ടെ, അതേപോലെ മെഷീനറീസ് ആവട്ടെ, ഇതെല്ലാം കറക്റ്റ് ആ ഒരു ഫ്ലോയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഫെസിലിറ്റി ലേഔട്ട് എന്തായാലും അവിടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു ബേസിക് മീനിങ് എന്ന് പറയുന്നത് എന്താ? നമുക്ക് ആവശ്യമായ സ്പേസ് അല്ലേ. സോ ബിസിനസ്സിൻ്റെ ആക്ടിവിറ്റീസ് ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് ആവശ്യമായ സ്പേസ് അവിടെ പ്രോപ്പറായിട്ട് അവൈലബിൾ ആയിരിക്കണം. ആ സ്പേസ് ഓരോ ആക്ടിവിറ്റീസിനെയും ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിന് എത്രമാത്രം സ്പേസ് വേണം, എന്തെല്ലാം അറേഞ്ച്മെൻറ്റ്സ് വേണം എന്നുള്ളത് തീരുമാനിക്കാൻ. അപ്പോൾ ആ ഒരു രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് അക്കോർഡിംഗ് ടു ദ റിക്വയർമെൻറ്റ്സ് ആണ് നമ്മളിവിടെ ചെയ്യുന്നത്, ഫെസിലിറ്റി ലേഔട്ടിൽ ചെയ്യുന്നത്. സോ ഫെസിലിറ്റി ലേഔട്ട് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു സക്സസ് എന്ന് പറയുന്നതിൽ പല ഫാക്ടേഴ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് പേഴ്സണലായിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ടാവും, ബിസിനസ്സിൻ്റെ മെറ്റീരിയൽസിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിനനുസരിച്ച് ആവശ്യമായ റിക്വയർമെൻറ്റ്സ് നമ്മളവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം. അതേപോലെ പ്രൊഡക്റ്റിൻ്റെ നേച്ചർ ആൻഡ് ടൈപ്പ് അനുസരിച്ചുള്ള റിക്വയർമെൻറ്റും പ്രോസസ്സുകളും അവിടെ അഡീഷണലി ആഡ് ചെയ്യണം. അഡീഷണലി എന്നല്ല, നോർമലി ആഡ് ചെയ്യണം. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് എങ്ങനെയാണ്, എന്തൊക്കെ കാര്യങ്ങളാണ് ഫെസിലിറ്റി ലേഔട്ട് ആൻഡ് ഡിസൈൻ എന്ന് പറയുന്നത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡിറ്റർമിൻ ചെയ്യേണ്ട ഫാക്ടേഴ്സ് എന്ന് പറയുന്നത്. സോ അതെന്തൊക്കെയാണെന്ന് ഓരോന്നായിട്ട് നോക്കാം. ഒന്നാമത്തെ കേസ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് നമ്മൾ ഡിസൈൻ ചെയ്യുന്നതിന് മുൻപായിട്ട് തന്നെ പ്രൊഡക്ഷൻ നീഡ്സ് സഡൻലി ചേഞ്ച് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഇൻ എവറി ബിസിനസ് ഉണ്ടാവാം അല്ലേ. അപ്പോൾ പ്രൊഡക്ഷൻ റിക്വയർമെൻറ്റ്സ് ചേഞ്ച് ആവുന്നതിനനുസരിച്ച് നമുക്ക് ഈസിലി ചേഞ്ച് ആക്കാൻ പറ്റുന്ന ഫ്ലെക്സിബിൾ ആവുന്ന തരത്തിലുള്ളതായിരിക്കണം നമ്മളുടെ ഫെസിലിറ്റി ലേഔട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് പല രീതികളിലുള്ള എക്സ്പാൻഷൻ പ്രൊജക്ട്സും ഡൈവേഴ്സിഫിക്കേഷൻ ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ടാവും ഫ്യൂച്ചറിലേക്ക്. സോ ആ പ്ലാൻസ് എന്ന് പറയുന്നത് നമുക്ക് നിലവിലുള്ള ഫെസിലിറ്റി ലേഔട്ടിലേക്ക് ഒക്യുപ്പൈ ചെയ്യാൻ പറ്റണം എന്നുള്ളതാണ് ഒരു കാര്യം എന്ന് പറയുന്നത്. ദെൻ മറ്റൊന്നാണ് ഫ്ലോ ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ മൂവ്മെൻ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഐറ്റംസിൻ്റെ, പ്രോസസ്സുകളുടെ, മെഷീനറീസിൻ്റെ ഇതിൻ്റെയൊക്കെ മൂവ്മെൻറ്റ് ഇൻ പ്രൊഡക്ഷൻ ലൈൻ എന്ന് പറയുന്നത് വളരെ സ്മൂത്ത് ആയിരിക്കണം എന്നുള്ളതാണ് അല്ലേ. അവിടെ യാതൊരു തരത്തിലും ഒരു സ്ലോ ഡൗൺ പ്രോസസ്സ് എന്ന് പറയുന്നത്, അതർവൈസ് വി ക്യാൻ സേ ബാക്ക് ട്രാക്കിംഗ് ഒന്നും ഉണ്ടാവാനായിട്ട് പാടില്ല. ബാക്ക് ട്രാക്കിംഗ് ഈസ് ടു ബി അവോയ്ഡഡ് ഇൻ വാട്ട് എവർ പാറ്റേൺ ഇസ് ചോസൺ. അപ്പോൾ നമുക്കൊരിക്കലും ഈ ആക്ടിവിറ്റീസ് നമ്മൾ ലേഔട്ട് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ആക്ടിവിറ്റീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ അത് മുന്നോട്ട് തന്നെ പോകുന്ന രീതിയിലായിരിക്കണം അല്ലേ, അല്ലാതെ ബാക്ക് ട്രാക്കിങ് വരാനായിട്ട് പാടില്ല. അതായത് ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂസ്ലി മുന്നോട്ട് പോകുന്ന രീതിയിൽ വേണം. ഫർദർ പ്രോസസ്സിങ്ങിന് ആ ഒരു ആക്ടിവിറ്റി നമുക്ക് ബാക്ക്വേർഡ് വന്നിട്ട് തിരിച്ചു പോകേണ്ട ഒരു സിറ്റുവേഷനൊന്നും ക്രിയേറ്റ് ചെയ്യരുത് ഇൻ ദി ലേഔട്ട്. അതൊരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. അത് വേറെ ഒന്നും കൊണ്ടല്ല, നമുക്ക് അത്രയും ടൈം കൂടി നമ്മൾ പുറകിലേക്ക് പോകുന്ന കഴിഞ്ഞിട്ട് വീണ്ടും ഫ്രണ്ടിലേക്ക് വരിക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടൈം കൺസ്യൂമിങ്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു റീസൺ പറയുന്നത്. അപ്പോൾ നമുക്കൊരു സ്മൂത്ത് ഫ്ലോ ഓഫ് പ്രോസസ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്ലോ ഓഫ് മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് വളരെ പ്രോപ്പറായിട്ട് നടക്കുന്ന ഒരു സ്പേസ് ആയിരിക്കണം നമ്മളുടെ ലേഔട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറയുന്നത്. സോ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുള്ളതാണ്. നമ്മളുടെ ബിസിനസ്സിൽ നമ്മൾ ഡീൽ ചെയ്യുന്ന ഐറ്റംസ് അല്ലേ, മെറ്റീരിയൽസ് എന്ന് പറയുന്നതിൻ്റെ പ്രോപ്പറായിട്ടുള്ള അതിൻ്റെ ഒരു കെയറിങ് എന്ന് പറയുന്നത്, അതിൻ്റെ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നതൊക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ മെറ്റീരിയൽസ് എന്ന് പറയുന്നത് ഫെസിലിറ്റി ലേഔട്ടിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എക്യുപ്മെൻറ്റ്സ്, കണ്ടെയ്നേഴ്സ്, പ്രൊഡക്ട്സ് ഇതെല്ലാം നമുക്ക് ഫെസിലിറ്റി ലേഔട്ട് എന്ന് പറയുന്നതിലൂടെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റണം. ഒരു ഓർഡർലി ആൻഡ് എഫിഷ്യൻറ്റ് മാനറിൽ നമുക്കിതിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ലേഔട്ട് ആയിരിക്കണം നമുക്ക് പ്രിപ്പയർ ചെയ്യേണ്ടത്. അതേപോലെ തന്നെ സ്പേസ് യൂട്ടിലൈസേഷൻ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് അതിൻ്റെ ഒരു മീനിങ് പറയേണ്ട ആവശ്യമില്ല. ഫെസിലിറ്റി ലേഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമുക്ക് ഈ ഒരു ട്രാഫിക് ലൈൻസൊക്കെ കൂടുതലായിട്ട് ഉണ്ടാവാതെ അതെല്ലാം
പ്രോപ്പറായിട്ടുള്ള ഫ്രീ സ്പേസസ് ആണ്. നമുക്ക് ഐറ്റംസ് മെറ്റീരിയൽസ് ഒക്കെ മൂവ് ചെയ്യാനായിട്ടുള്ള സ്പേസ് ആവശ്യത്തിന് എല്ലായിടത്തും ഉണ്ട്. ഈസിൽസ് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മെഷീൻസിന് ഫോക്ലിഫ്റ്റ്സിനൊക്കെ മൂവ് ചെയ്യാനുള്ള സ്പേസസ് പ്രോപ്പറായിട്ടുണ്ട്. ഇതൊക്കെ എൻഷുർ ചെയ്യുക എന്നുള്ളത് സ്പേസ് യൂട്ടിലൈസേഷൻ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അപ്പോൾ വെൻ വി ആർ ഡിസൈഡിങ് ദ ലേഔട്ട്, ഇനഫ് സ്പേസ് എന്ന് പറയുന്നത് എല്ലായിടത്തും അവൈലബിൾ ആണോ ഇല്ലയോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട്. ദെൻ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് സപ്പോർട്ട് എന്നുള്ളതാണ്. സോ ഫെസിലിറ്റീസ് എന്ന് പറയുന്നതിൽ നമുക്ക് എപ്പോഴും മറ്റുള്ള ഓർഗനൈസേഷനിലെ പിയർ ഗ്രൂപ്പുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കണം, അല്ലേ? അപ്പോൾ കറക്റ്റായിട്ട് എല്ലാവരിലേക്കും ഇൻഫർമേഷൻസ് എത്തിക്കാനും എല്ലാവരുമായിട്ട് പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്താനും ഫെസിലിറ്റിയുടെ ലേഔട്ടിൻ്റെ സ്ട്രക്ചർ കൊണ്ട് നമുക്ക് കഴിയണം. അതേപോലെ തന്നെ എംപ്ലോയീസിൻ്റെ മൊറയിൽ ആൻഡ് ജോബ് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. സോ ഈസ് ദർ കണക്ഷൻ ബിറ്റ്വീൻ ദിസ് ടു എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് എംപ്ലോയീസിൻ്റെ മൊറയിലും ജോബ് സാറ്റിസ്ഫാക്ഷനും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ? എന്താണ് കണക്ഷൻ എന്ന് പറയും? കണക്ഷൻ ഉണ്ട്, അല്ലേ? കാരണം എന്താ, ഇപ്പോൾ നമുക്ക് അധികം സ്റ്റഡീസ് നടന്നിട്ടുണ്ട്. ഇതൊന്നും ഇല്ലെങ്കിൽ പോലും നമുക്കത് ആലോചിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ. എംപ്ലോയി മൊറയിൽ എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ പ്രൊഡക്ടിവിറ്റിയിൽ വളരെയധികം ഇമ്പാക്റ്റ് ഉള്ളൊരു കാര്യമാണ്. എംപ്ലോയീസ് ഡിസ്സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് അതിനനുസരിച്ച് എന്ത് ചെയ്യും? കുറയാനായിട്ട് തുടങ്ങും. അപ്പോൾ അത് ഓർഗനൈസേഷൻ്റെ റണ്ണിങ്ങിനെ ബാധിക്കാനായിട്ട് തുടങ്ങും, അല്ലേ? എല്ലാവരും ഒരുമിച്ച് യാതൊരു തരത്തിലുള്ള ഒരു ഇൻട്രസ്റ്റ് ഇല്ലാതെ പ്രോഫിറ്റബിലിറ്റി ഇല്ലാത്ത സിറ്റുവേഷനിൽ അവർ ഫോഴ്സ്ഫുള്ളി വർക്ക് ചെയ്യേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ അവർക്ക് യാതൊരു രീതിയിലുള്ള പ്രൊഡക്ടിവിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല ഓർഗനൈസേഷനിലേക്ക്. അപ്പോൾ പറഞ്ഞു വരുന്നത് എംപ്ലോയീസിൻ്റെ മൊറയിലും എംപ്ലോയീസിന് എല്ലാ ഫെസിലിറ്റീസും കാര്യമായിട്ട് ഉള്ള രീതിയിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് വർക്ക് ചെയ്യാൻ ആവശ്യമായ എല്ലാ ഫെസിലിറ്റീസും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദേ വിൽ ഗെറ്റ് മോർ സാറ്റിസ്ഫൈഡ്, അല്ലേ? അപ്പോൾ അവർ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിനനുസരിച്ച് തീർച്ചയായിട്ടും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. അതിനനുസരിച്ച് നമ്മളുടെ ബിസിനസ് എന്ന് പറയുന്നതിന് ആ ഒരു സക്സസ് റേറ്റ് ഉണ്ടാവുകയും ചെയ്യും. മറ്റൊന്നെന്ന് പറയുന്നതാണ് പ്രൊമോഷണൽ വാല്യൂ എന്ന് പറയുന്നത്. പ്രൊമോഷണൽ വാല്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ബിസിനസ്സിന് പല രീതികളിലുള്ള പാർട്ട്നേഴ്സ് ആവട്ടെ, അല്ലെങ്കിൽ ക്ലയൻസ് ആവട്ടെ, അല്ലെങ്കിൽ ജനറൽ പബ്ലിക് ആവട്ടെ, അല്ലെങ്കിൽ സെലിബ്രിറ്റി ആയിട്ടുള്ള ഗസ്റ്റുകളാവട്ടെ ഒക്കെ ഉണ്ടാവും, അല്ലേ? അപ്പോൾ ഈ ബിസിനസ്സിൻ്റെ കോമ്പറ്റീറ്റേഴ്സ് ആണെങ്കിലും മറ്റുള്ള സപ്ലയേഴ്സ് ആണെങ്കിലും ഈവൻ കസ്റ്റമേഴ്സ് ആണെങ്കിലും ഒക്കെ ഇവർ ബിസിനസ്സിൻ്റെ ആ ഒരു പ്രൊമൈസ് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഓഫ് പ്ലേസ് കാണുമ്പോഴേക്കും അവരൊരു അട്രാക്റ്റഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താ, അതിൻ്റെ ആ ലേഔട്ട് അത്രയധികം ഇനഫ് ഗുഡാണ് എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ ആ ഒരു നമ്മൾ പല ഷോപ്പുകളും അതിൻ്റെ ലേഔട്ടും അറേഞ്ച്മെൻറ്റ്സ് കണ്ട ഈ ഷോപ്പ് കൊള്ളാം, അല്ലെങ്കിൽ ചില ഷോപ്പ് വളരെ മെസ്സി ആയിട്ടായിരിക്കും, അവിടെ കയറണ്ട എന്നൊക്കെ നമ്മൾ ചിന്തിക്കാം, അല്ലേ? അപ്പോൾ നല്ല പ്രോപ്പർ അറേഞ്ച്മെൻറ്റ്സ് ഉള്ള ഷോപ്പായിരിക്കണം, നല്ല രീതിയിലുള്ള ലേഔട്ടുള്ള ഷോപ്പായിരിക്കണം. എങ്കിലാണ് അത് നമ്മളുടെ പ്രൊമോഷൻ വാല്യൂ കൂടി ഇൻക്രീസ് ചെയ്യുന്ന ഒരു ഫാക്ടറിലേക്ക് വരാനായിട്ട് സാധ്യതയുള്ളൂ. മറ്റൊന്ന് അക്കോർഡൻസ് വിത്ത് ഒക്യുപേഷണൽ ആൻഡ് മറ്റൊന്ന് സേഫ്റ്റിയാണ്. സോ സേഫ്റ്റി എന്ന് പറയുമ്പോഴേക്കും എന്താണ്, നമ്മളുടെ ഒക്യുപ്പേഷണൽ സേഫ്റ്റി എന്ന് പറയുന്നത്, അതുപോലെ ഹെൽത്ത് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഗൈഡ് ലൈൻസ് എന്ന് പറയുന്നത്, ഇതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളതാണ്, അല്ലേ? അപ്പോൾ നമുക്ക് ഓർഗനൈസേഷൻ്റെ നേച്ചർ ഓഫ് വർക്ക് അനുസരിച്ച് അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഹെൽത്ത് സ്റ്റാൻഡേർഡ്സ്, അവർക്ക് ആവശ്യമായ സെക്യൂരിറ്റി പ്രോഗ്രാംസ്, ഇതെല്ലാം ആസ് പെർ ദി ലീഗൽ റെസ്ട്രിക്ഷൻസ് തന്നെ നമ്മൾ അസൈൻ ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തും കൊടുക്കണം. ഇറ്റ്സ് എ മാൻഡേറ്ററി റിക്വയർമെൻറ്റ് ഇൻ എവറി ഓർഗനൈസേഷൻ. അപ്പോൾ ഇത്രയധികം ഫാക്ടേഴ്സ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു ലേഔട്ടിൻ്റെ അറേഞ്ച്മെൻറ്റിൻ്റെ സമയത്ത് നമ്മൾ അവിടെ ഫിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ്, അല്ലെങ്കിൽ കൺസിഡർ ചെയ്തിട്ടുണ്ടായിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഇനി ഇതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ സിസ്റ്റമാറ്റിക് ലേഔട്ട് പ്ലാനിങ്ങിൽ വരുന്ന പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത് ഇതിനു മുൻപ് നമ്മൾ പറഞ്ഞിരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഒന്നുകൂടി ഓവറോൾ നമുക്ക് വരുന്നതാണ്. ഒന്ന്, മിനിമം ട്രാവൽ എന്ന് പറയുന്നത്, അതായത് മെന്നാണെങ്കിലും മെറ്റീരിയൽസ് ആണെങ്കിലും നമുക്ക് ഈ ഒരു ഓർഗനൈസേഷനുള്ളിൽ പ്രൊഡക്ഷൻ പർപ്പസിൻ്റെ ഭാഗമായിട്ട് മൂവ്മെൻറ്റ് വേണ്ടി വരും, അല്ലേ? അപ്പോൾ അത്തരം മൂവ്മെൻറ്റ് സിറ്റുവേഷൻസ് ആവശ്യമായി വരുമ്പോൾ വളരെ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസിലായിരിക്കണം ഓപ്പറേഷൻസിനിടയ്ക്ക് മൂവ് ചെയ്യേണ്ടത്. മൂവ്മെൻറ്റിൻ്റെ ടൈം കൂടുന്നതിനനുസരിച്ച് നമുക്ക് എന്തുവാകും, പ്രൊഡക്ഷൻ്റെ ടോട്ടൽ ടൈം എന്ന് പറയുന്നതും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ മെറ്റീരിയൽ ഷുഡ് ബി ട്രാവൽ ദ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഓപ്പറേഷൻസ്, അതാണ് മിനിമം ട്രാവൽ ആസ് പ്രിൻസിപ്പിളിൽ പറയുന്നത്. പിന്നെ സീക്വൻസ് ഓഫ് പ്രിൻസിപ്പിൾ, അല്ലെങ്കിൽ പ്രിൻസിപ്പിൾ ഓഫ് സീക്വൻസ് എന്നുള്ളതിൽ പറയുന്നത് എന്താണ്, മെഷീനറി ആൻഡ് ഓപ്പറേഷൻ ഷുഡ് ബി അറേഞ്ച്ഡ് ഇൻ എ സീക്വൻഷ്യൽ ഓർഡർ. എല്ലാ ഐറ്റംസും ഒരു മെറ്റീരിയൽ ഓർഡർ എന്ന് പറയുന്നതിൻ്റെ ബേസിസിലായിരിക്കണം ഓർഗനൈസേഷനിൽ ഐറ്റംസ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഓർഡർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ അറേഞ്ച് ചെയ്യേണ്ടത്, അല്ലേ? അപ്പോൾ എല്ലാത്തിനും ഒരു സീക്വൻഷ്യൽ ഓർഡർ എന്ന് പറയുന്നത് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്.
ദെൻ യൂസേജ് പ്രിൻസിപ്പിളിൽ പറയുന്നത് എന്താ, നമുക്ക് ഏറ്റവും അവൈലബിൾ ആയിട്ടുള്ള മൈന്യൂട്ട് ക്യൂബിക് സ്പേസ് പോലും നമ്മൾ എന്ത് ചെയ്യരുത്, വേസ്റ്റ് ചെയ്യരുത്. അപ്പോൾ എവറി യൂണിറ്റ് ഓഫ് അവൈലബിൾ സ്പേസ് എന്ന് പറയുന്നത് ഷുഡ് ബി എഫക്റ്റീവ്ലി യൂട്ടിലൈസ്ഡ്. ദെൻ പ്രിൻസിപ്പിൾ ഓഫ് കോമ്പാക്ട്നെസ്, നമുക്ക് ഒരു ഹാർമോണിയസ് അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ എന്ന് പറയുന്നത് എല്ലാ ആക്ടിവിറ്റീസും എല്ലാ ഫാക്ടേഴ്സും തമ്മിലുണ്ടായിരിക്കണം. ബിക്കോസ് ലേ ഔട്ട് എന്ന് പറയുന്നത് അതിനനുസരിച്ച് ഇൻറ്റഗ്രേറ്റഡ് ആയിരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ സേഫ്റ്റി ആൻഡ് സാറ്റിസ്ഫാക്ഷൻ പ്രിൻസിപ്പിളിൽ പറയുന്നത് എന്താണ്, ലേ ഔട്ട് എന്ന് പറയുന്നത് എംപ്ലോയീസിൻ്റെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് എൻഷുർ ചെയ്യുന്ന രീതിയിലായിരിക്കണം. ഓക്കെ. ദെൻ ലേ ഔട്ട് ഷുഡ് പെർമിറ്റ് റിവിഷൻസ് വിത്ത് ലീസ്റ്റ് ഡിഫിക്കൽട്ടി അറ്റ് മിനിമം കോസ്റ്റ്. ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്നത്. വളരെ മിനിമം കോസ്റ്റിൽ എല്ലാ തരത്തിലുള്ള അപ്ഡേഷൻസിലേക്കും നമുക്ക് ഓക്യുപ്പൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഫ്ലെക്സിബിലിറ്റി ലേ ഔട്ടിനുണ്ടായിരിക്കണം. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് ലേഔട്ട് ഷുഡ് റിസൾട്ട് ഇൻ സേവിങ് ഇൻ ഫിക്സഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ്. ഈ ഫിക്സഡ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് നമുക്ക് ലോങ് റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയുണ്ടോ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. സോ ലേഔട്ട് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ഇന്ന് സെറ്റ് ചെയ്തു നാളെ മാറ്റാനുള്ളതല്ല അല്ലേ. ബിസിനസ്സിൻ്റെ ആ ഒരു അൺലെസ് നമ്മളതിൽ അപ്ഡേഷൻസ് വരുത്തുന്നതല്ലാതെ ബാക്കി എല്ലാം റിമൈനിങ് പോർഷൻസ് എന്ന് പറയുന്നത് ഒരേപോലെ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഫണ്ട് എന്ന് പറയുന്നത് വളരെ മിനിമൈസ് ചെയ്ത് അതിന് റിക്വയർഡ് ക്വാണ്ടിറ്റിയിൽ മാത്രം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. ഓവറായിട്ട് നമ്മൾ റിഡൻഡൻറ്റ് ആയിട്ടുള്ള ആ ഒരു സ്പെൻഡിങ് എന്ന് പറയുന്നത് ഉണ്ടാവാനായിട്ട് പാടില്ല. ദെൻ ഇവിടെ തന്നെ പല മെറ്റീരിയൽ ഫാക്ടേഴ്സ്, നമുക്ക് ക്രിട്ടിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നതിൽ വരുന്ന കാര്യങ്ങൾ, നമ്മൾ യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റിൻ്റെ ടൈപ്പ് എന്താണ്, അതിൻ്റെ മെറ്റീരിയൽസിൻ്റെ അവൈലബിലിറ്റി, അതേപോലെ തന്നെ സ്റ്റോറേജിന് മൂവ്മെൻറ്റിനുള്ള ഫെസിലിറ്റീസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അതേപോലെ നമ്മളുടെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് വളരെ ഹെവി പ്രൊഡക്റ്റ് ആണോ, ലൈറ്റ് പ്രൊഡക്റ്റ് ആണോ, വെറ്റ് ഓപ്പറേഷൻസ് ഫോം ചെയ്യുന്ന തരത്തിലുള്ള പ്രൊഡക്റ്റ് ആണോ എന്നുള്ള കാര്യങ്ങൾ. വർക്കേഴ്സിൻ്റെ കാറ്റഗറി മാറുന്നതിനനുസരിച്ച് മെയിൽ, ഫീമെയിൽ, ട്രാൻസ്ജെൻഡേഴ്സ്, ട്രാൻസ്വിമൻസ്, ഇങ്ങനെ പല കാറ്റഗറി ഉണ്ടല്ലോ. അപ്പോൾ ഇവരുടെയൊക്കെ റിക്വയർമെൻറ്റ്സിനനുസരിച്ചുള്ള ലേ ഔട്ട് ഫെസിലിറ്റീസ് അവിടെ ഉണ്ടായിരിക്കണം. മെഷീനറീസിൻ്റെ കേസിൽ ഫിക്സഡ് ആയിട്ടുള്ളതും ഉണ്ടാവും, അല്ലെങ്കിൽ മൊബൈലായിട്ടുള്ള മെഷീനറീസും ഉണ്ടാവും. മൊബൈൽ റിക്വയർമെൻറ്റ്സ് വേണ്ടി വരുന്ന മെഷീനറീസ് ഉണ്ടാവാം. അതെങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നു എന്നുള്ളത്, അതൊക്കെ അതിൻ്റെ മൂവ്മെൻറ്റിന് ഇനഫ് ആയിട്ടുള്ള സ്പേസ് ഉണ്ടായിരിക്കണം എന്നുള്ളത്. ദെൻ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത്, ഇൻഡസ്ട്രി മാറുന്നതിനനുസരിച്ച്, ഇപ്പോൾ നമുക്ക് സിന്തറ്റിക് ഇൻഡസ്ട്രി ആണെങ്കിൽ, അതായത് ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ ഐറ്റംസിനെ പല കോമ്പിനേഷൻസ് യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഫോം ചെയ്യുന്ന ഐറ്റംസ് ആണെങ്കിൽ, കെമിക്കൽ ഇൻഡസ്ട്രി ഒക്കെ പോലെയുള്ള ഇൻഡസ്ട്രീസ് ആണെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനും അവിടെ യൂസ് ചെയ്യുന്ന ഫോം ഓഫ് ലേ ഔട്ടിനും അവിടെ യൂസ് ചെയ്യുന്ന മെഷീനറീസിനും ഒക്കെ ഡിഫറൻസ് ഉണ്ടാവും. അതിനനുസരിച്ച് ലേ ഔട്ടിൽ മാറ്റം വരുത്തണം. ദെൻ അനലറ്റിക്കൽ ഇൻഡസ്ട്രി ആണെങ്കിൽ, അതായത് റോ മെറ്റീരിയൽസിനെ നമ്മൾ പല എലമെൻറ്റ്സിലേക്ക്, ഇപ്പോൾ പെട്രോളിയം ഇൻഡസ്ട്രി ഒക്കെ പോലെ പല വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സ് റോ മെറ്റീരിയൽസിൽ നിന്ന് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന കൈൻഡ് ഓഫ് ഇൻഡസ്ട്രി ആണെങ്കിൽ അവിടെ അതിനനുസരിച്ചുള്ള മെഷീനറീസും ലേ ഔട്ട് അറേഞ്ച് ചെയ്യേണ്ടി വരും. ദെൻ കണ്ടീഷനിങ്, നമ്മൾ ഷേപ്സ് ചേഞ്ച് ചെയ്ത് മെറ്റൽ വർക്കിംഗ് ഇൻഡസ്ട്രി പോലെയുള്ള ഇൻഡസ്ട്രീസൊക്കെ ആണെങ്കിൽ അവിടെ വേണ്ടിവരുന്ന റിക്വയർമെൻറ്റ്സിന് മാറ്റം ഉണ്ടാവും. ദെൻ എക്സ്ട്രാക്റ്റീവ് ഇൻഡസ്ട്രി, നമ്മൾ മൈനിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന കൈൻഡ് ഓഫ് ആണെങ്കിൽ അവിടെയും. അപ്പോൾ ഡിപ്പെൻഡ്സ് ഓൺ ദ ഇൻഡസ്ട്രീസ് നമുക്ക് അവിടെ ലേ ഔട്ട്സിൽ ചേഞ്ചസ് വേണ്ടി വരും. ദെൻ ലൊക്കേഷൻ എന്ന് പറയുന്നത്, നമ്മുടെ ഏത് ലൊക്കേഷനിലാണ് ഈ പറയുന്ന ഏരിയാസ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് എന്നുള്ളതിനനുസരിച്ച് ലൊക്കേഷൻ്റെ റിക്വയർമെൻറ്റ്സ് മാറുന്നതിനും അനുസരിച്ചുള്ള ലേ ഔട്ട് ഡിസൈൻസ് നമ്മൾ ചെയ്യേണ്ടി വരും. ദെൻ മാനേജറൽ പോളിസീസ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതിനനുസരിച്ച് നമ്മുടെ പേഴ്സണൽ എംപ്ലോയീസിൻ്റെ പോളിസി എന്താണ്, പർച്ചേസിങ് പോളിസീസ് എന്താണ്, അതേപോലെ തന്നെ നമുക്ക് ബൈങ് ഡിസിഷൻസ് ഏത് രീതിയിൽ വരുന്നു, അതൊക്കെ ഇതിൽ മാറ്ററാണ്. ദെൻ മറ്റൊന്നെന്ന് പറയുന്നതാണ് ഫെസിലിറ്റി ലൊക്കേഷൻ എന്ന് പറയുന്നത്. ഫെസിലിറ്റി ലൊക്കേഷൻ എന്ന് പറയുന്നത് എന്താ, നമ്മൾ ലൊക്കേഷൻ അനാലിസിസ് എന്ന് പറയും. അപ്പോൾ ഫെസിലിറ്റി ലൊക്കേഷൻ അനാലിസിസ് എന്നുള്ള പേര് കേൾക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി ഉണ്ടാവും അല്ലേ. എന്താണ് ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക, ലൊക്കേഷൻ എന്താണെന്നുള്ളത് മനസ്സിലാക്കുക, ബിസിനസ്സിന് ആവശ്യമായ ലൊക്കേഷൻ കണ്ടെത്തുക. സോ നമുക്ക് ആവശ്യമായ ഒരു എപ്ലൈസ് ടു പുട്ട് സംതിങ് അല്ലേ. അപ്പോൾ നമ്മളുടെ ബിസിനസ്സിൻ്റെ ഫെസിലിറ്റി എവിടെ നമുക്ക് സെറ്റ് ചെയ്യണം എന്നറിയാനായിട്ടുള്ള ലൊക്കേഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ് ലൊക്കേഷൻ അനാലിസിസ് അല്ലെങ്കിൽ ഫെസിലിറ്റി ലൊക്കേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ലൊക്കേഷൻ ഡെസിഷൻസ് എന്ന് പറയുന്നതിൽ ഇൻറ്റേർണൽ ഫാക്ടേഴ്സും എക്സ്റ്റേണൽ ഫാക്ടേഴ്സും എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സോ ഓർഗനൈസേഷൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത്, യൂസ് ചെയ്യുന്ന ടെക്നോളജി എന്ന് പറയുന്നത്, ഓർഗനൈസേഷൻ നിലവിൽ റൺ ചെയ്യുന്ന ഫിനാൻഷ്യൽ പൊസിഷൻ ഏതാണെന്നുള്ളതനുസരിച്ചൊക്കെ നമുക്ക് വേണ്ട വർക്ക് ഫോഴ്സിൻ്റെ റിക്വയർമെൻറ്റ്സ്, ഇതൊക്കെ അനുസരിച്ച് വരുന്ന കാര്യങ്ങൾ ഇൻറ്റേർണൽ ഫാക്ടേഴ്സും. ദെൻ നമുക്ക് വരുന്ന എക്കണോമിക്, പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ കണ്ടീഷൻസ് ഇൻ പല ഏരിയാസിലും അതനുസരിച്ചുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. എപ്പോഴാണ് നമുക്കൊരു ലൊക്കേഷൻ ഡിസിഷൻ അറൈസ് ചെയ്യുന്നത്? ഒന്ന്, ഒരു പുതിയ ലൊക്കേഷൻ നമുക്ക് കണ്ടെത്തേണ്ടി വരുന്നതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത്
ബിസിനസ്സിനൊരു പുതിയ ഫെസിലിറ്റി, പുതിയൊരു ഏരിയ വേണം, പുതിയ അതിൻ്റെ ആക്ടിവിറ്റീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പുതിയതായിട്ടൊരു ബിസിനസ് സെറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കൂ. സോ ഇൻ ഓർഡർ ടു സ്റ്റാർട്ട് ദാറ്റ് ബിസിനസ് വി നീഡ് എ പ്ലേസ് അല്ലേ ടു പുട്ട് ദ ഫെസിലിറ്റി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഫെസിലിറ്റിയുടെ ആവശ്യമായ ലൊക്കേഷൻ കണ്ടെത്തണം. മറ്റൊന്നെന്ന് പറയുന്നത് നമുക്ക് നിലവിലുള്ള നമ്മളുടെ സൈറ്റിൻ്റെ റെസ്ട്രിക്ഷൻസ് കൊണ്ട് നമ്മളുടെ പ്ലാന്റ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നതിന് നമുക്ക് ആ ഒരു നിലവിലുള്ള സൈറ്റിൽ ലിമിറ്റേഷൻസ് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരികയാണ്, പുതിയൊരു സൈറ്റിലേക്ക് നമ്മളുടെ ഓപ്പറേഷൻസ് ചേഞ്ച് ഓവർ ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ അവിടെയും നമുക്ക് ലൊക്കേഷൻ ഐഡൻറ്റിഫൈ ചെയ്യണം. അതേപോലെ തന്നെ ബിസിനസ്സിൻ്റെ ഗ്രോത്ത് വോളിയം കൂടുന്നതിനനുസരിച്ച് നമുക്ക് അഡീഷണൽ ഫെസിലിറ്റീസ് പുതിയൊരു ടെറിട്ടറീസിലേക്ക് എക്സ്പാൻഡ് ചെയ്യേണ്ടി വരും. അപ്പോഴും പുതിയൊരു ലൊക്കേഷൻ കണ്ടെത്തണം. ദെൻ പുതിയ എക്കണോമിക്, സോഷ്യൽ, ലീഗൽ, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് നമുക്ക് പലതരത്തിലുള്ള എക്കണോമിക് ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ് സംഭവിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ബിസിനസ്സിൽ നമ്മളുടെ പ്ലേസ് ചേഞ്ച് ചെയ്യേണ്ടി വരാം അല്ലേ. ഇപ്പോൾ ഇവിടെ മെട്രോ വന്നു. മെട്രോ എന്ന് പറയുന്ന ആ ഒരു ഫെസിലിറ്റി വന്നപ്പോൾ ഒരുപാട് ഏരിയാസിൽ പ്ലേസ് മെട്രോയുടെ ആ ഒരു ഇംപ്ലിമെൻറ്റേഷന് വേണ്ടി എടുക്കേണ്ടി വരുമ്പോൾ മറ്റ് ബിസിനസ് ഓർഗനൈസേഷൻസൊക്കെ അവരുടെ ഷോപ്പുകളും അവരുടെ ഏരിയാസും ഒക്കെ എന്ത് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്, ചേഞ്ച് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. സോ ബിക്കോസ് ഓഫ് ദിസ് പൊളിറ്റിക്കൽ അല്ലെങ്കിൽ ബിക്കോസ് ഓഫ് ദിസ് എന്താ പറയുന്നത് സോഷ്യൽ ഫാക്ടേഴ്സ് അവരെന്ത് ചെയ്യേണ്ടി വരികയാണ്, അവിടെ നിന്ന് ചേഞ്ച് ചെയ്യേണ്ടി വരികയാണ് വിത്തൗട്ട് ദെയർ ഇൻട്രസ്റ്റ് അല്ലേ. അവർക്ക് അവിടെ നിന്ന് മൂവ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സ്റ്റിൽ ഇത്തരത്തിലുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കൊണ്ട് അവർക്ക് അവിടെ നിന്ന് മാറേണ്ടി വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവാം. അപ്പോൾ അതാണ് അത്രയും സിറ്റുവേഷൻസിലൊക്കെയാണ് നമ്മൾ ഈ ലേ ഔട്ട് കണ്ടെത്തേണ്ടി വരിക എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മളുടെ ഫെസിലിറ്റി ലൊക്കേഷനുമായി ബന്ധപ്പെട്ടുള്ളത്. നെക്സ്റ്റ് അതിൻ്റെ ഫാക്ടേഴ്സാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം.